വാർത്തകൾ തുടരുന്നു. മദ്യനയം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയതല്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുവദിക്കാൻ 2011 തന്നെ തീരുമാനിച്ചതാണെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം ബാർ ലൈസൻസ് അനുവദിക്കുന്നതിന് യോഗ്യതയുള്ള ഹോട്ടലുകൾ തീരുമാനിക്കാൻ സംസ്ഥാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. വാദം അടുത്ത ചൊവ്വാഴ്ചയും തുടരും. 6 ദിവസം ബാർ ഉടമകൾ നടത്തിയ വാദത്തിനിടെ കേരളത്തിനെതിരെ സുപ്രീം കോടതി നടത്തിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി വാദമാണ് സംസ്ഥാനം നടത്തിയത്. മദ്യനയം രൂപപ്പെടുത്തിയത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിലൂടെയാണെന്ന് വരുത്തി തീർക്കാനുള്ള വാദങ്ങൾ കേരളത്തിനു വേണ്ടി ഹാജരായ കപിൽ സിബൽ നടത്തി. ഒറ്റ രാത്രി കൊണ്ട് രൂപപ്പെടുത്തിയതല്ല മദ്യനയം. 2011 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുവദിക്കാനുള്ള നയം തീരുമാനിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ബാർ ലൈസൻസ് അനുവദിച്ചതിൽ വിവേചനം കാണിച്ചുവെന്ന് ബാർ ഉടമകൾ വാദിച്ചു. ഇതിനുള്ള മറുപടിയായി കേരളം ചൂണ്ടിക്കാണിച്ചത് 4 സ്റ്റാർ 5 സ്റ്റാർ വിഭാഗങ്ങൾ ഒന്നാണെന്ന ചട്ടം ഒരിടത്തുമില്ല. അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുവദിച്ചത് 4 സ്റ്റാറുകാരോടുള്ള വിവേചനമെന്ന് പറയാനാകില്ല. ബാർ ലൈസൻസ് അനുവദിക്കുന്നതിന് യോഗ്യതയുള്ള ഹോട്ടലുകൾ തീരുമാനിക്കാൻ സംസ്ഥാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ എന്നും സുപ്രീം കോടതി സംശയമുന്നയിച്ചു. നയത്തിലൂടെ സർക്കാർ എന്താണോ ലക്ഷ്യമിടുന്നത് അത് ചട്ടങ്ങളിലും കാണേണ്ടതല്ലേ എന്നും സുപ്രീം കോടതി ചോദിച്ചു. കേസിൽ ചൊവ്വാഴ്ചയും സംസ്ഥാന സർക്കാരിന്റെ വാദം തുടരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കെ മാണിയും PC ജോർജും പങ്കെടുത്ത യോഗത്തിൽ കയ്യാങ്കളി. PC ജോർജും ആന്റണിയും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പാലായിലെ തിടനാട്ടിൽ നടന്ന യോഗത്തിൽ റബ്ബർ വിലയിടിവിന് പിന്നിൽ മാണിയാണെന്ന് ജോർജ് പ്രസംഗിച്ചതിനെ തുടർന്നാണ് കയ്യാങ്കളി നടന്നത്. പാലായിക്കടുത്ത് തിടനാടിലാണ് സംഭവം. മന്ത്രിമാരായ KM മാണി, PJ ജോസഫ് എന്നിവർ വേദിയിലിരിക്കെയാണ് അനുയായികൾ സദസ്സിലും നേതാക്കൾ വേദിയിലും ഏറ്റുമുട്ടിയത്. ജലനിധി പദ്ധതിയുടെ ഉദ്ഘാടനവും കുടുംബശ്രീയുടെ വാർഷികവുമായിരുന്നു പരിപാടി. PC ജോർജ് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിയിലാണ് അനിഷ്ട സംഭവങ്ങളുടെ തുടക്കം. റബ്ബർ വിലയിടിവ് വിഷയത്തിൽ KM മാണിയെ കുറ്റപ്പെടുത്തി PC ജോർജ് സംസാരിച്ചതോടെ മാണി അനുകൂലികൾ പ്രകോപിതരാവുകയായിരുന്നു. വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC ജോർജിനെ തടയാൻ ശ്രമിച്ചു. പിന്നാലെ മാണി വിഭാഗക്കാരായ മറ്റ് നേതാക്കൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മിയുടെ നേതൃത്വത്തിൽ PC ജോർജിന്റെ സമീപത്തേക്ക് നീങ്ങി. ഇതിനിടെ പ്രസംഗപീഠവും മൈക്കും ചിലർ തകർത്തെറിഞ്ഞു. ഇതിനിടെ അനുയായികൾ PC ജോർജിന് പിന്തുണയുമായി എത്തിയതോടെ സംഘർഷം രൂക്ഷമായി. PC ജോർജിന്റെ PA ബെന്നിയെ മാണി അനുകൂലികൾ വേദിയിൽ നിന്ന് എടുത്തെറിഞ്ഞു. ഇതോടെ സംഘർഷം രൂക്ഷമായി. നേതാക്കൾ വേദിയിലും അനുയായികൾ സദസ്സിലുമായി പൊരിഞ്ഞ തല്ലു നടന്നു. ഇതിനിടെ PC ജോർജ് MLAയും ആന്റണി MPയും തമ്മിൽ വേദിയിൽ ഉന്തും തള്ളുമുണ്ടായി. വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാർ വിഷയത്തിൽ ഇടപെട്ടതേയില്ല. സ്ഥലത്തുണ്ടായിരുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് രംഗം ശാന്തമാക്കാനോ നിയന്ത്രണ വിധേയമാക്കാനോ കഴിഞ്ഞതുമില്ല. ഒടുവിൽ പാലാ, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. പിന്നീട് തങ്ങളുടെ ഭാഗം വിശദീകരിച്ചും ന്യായീകരിച്ചും ഇരുവിഭാഗവും രംഗത്തെത്തി. KM മാണി വിഭാഗത്തിനും PC ജോർജിനും ശക്തമായ സ്വാധീനമുള്ള പ്രദേശത്ത് ഏറെ നാളായി സംഘർഷം നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.